JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് ക്യാഷ്യർ, ഫീൽഡ് ഓഫീസർ, LDC ഇന്ത്യ അപ്പെക്സ് സൊസൈറ്റിയുടെ കേരളത്തിന്റെ ഒക്കെ പരീക്ഷ 23/4/2024 വരാൻ പോവുകയാണല്ലേ. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 70 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ LDC അപ്പെക്സ് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ കേരളത്തിന്റെ ഒക്കെ LDCക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്യാഷ്യർ എല്ലാം കൂടെ ഒരു കോമൺ എക്സാം ആയിട്ടാണ് വരുന്നത്. 23/4/2024 പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റാങ്ക് നേടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ റാങ്ക് നേടാനുള്ള നമുക്കൊരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് മേടിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. വളരെ എളുപ്പത്തിൽ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ. കൂടാതെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റാങ്ക് ഫയൽ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് കിട്ടും. കാരണം വെച്ചാൽ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ 2023 നടന്നിട്ടുള്ള പരീക്ഷയുടെ വരെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും പഠിക്കേണ്ടത്? നമുക്ക് ആദ്യത്തെ 5 ദിവസം ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആദ്യത്തെ 5 ദിവസം നമ്മൾ പഠിക്കണം. കാരണം വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സിലബസിനുള്ളിൽ നിന്നുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. കൂടുതൽ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. വളരെ ചെറിയൊരു സിലബസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മുഴുവൻ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 5 ദിവസം ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ പഠിക്കുക. അതിനുശേഷം അടുത്ത 10 ദിവസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് കുറച്ച് ദിവസം കൂടുതൽ തരുന്ന. ഒരു 10 ദിവസം നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം ആവശ്യമാണ്. അതിൻ്റെ പല രീതിയിലുള്ള കണ്ടിന്യൂസ് ഓഡിറ്റ്, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, അങ്ങനെ ധാരാളം ഓഡിറ്റുകൾ തന്നെ പല വിഭാഗത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു 10 ദിവസം നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട്സ് മാനേജ്മെന്റ് അതിന് 5 ദിവസത്തെ ആവശ്യമുള്ളൂ. 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റും. അത് അടുത്ത വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ, വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ പ്രോസസ്, അത് വളരെ പ്രയാസമാണ്. അതിന്റെ സെക്ഷനും റൂളും ഒക്കെ തന്നെ ഒത്തിരി പഠിക്കാനുണ്ട്. വളരെയധികം തെറ്റിപ്പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് 5 ദിവസം നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ കേരള, അതിന് വേണ്ടിയിട്ട് 5 ദിവസം നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതിന് വേണ്ടിയിട്ട് 5 ദിവസം നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ്, അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നമുക്ക് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ അത് സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 ദിവസം മാറ്റിവെക്കുക. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അപ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ മൊത്തം ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്, ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ ഇത്രയും ആണ് നമ്മൾ ഓരോ ദിവസവും ഈ കോപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത്. അതുമായിട്ട് പിന്നെ വരുന്ന ബേസിക് കമ്പ്യൂട്ടർ, GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിന് എല്ലാത്തിനും കൂടി ഒരു 5 ദിവസം മാറ്റിവെച്ചാൽ നമുക്ക് 70 ദിവസം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, ഈ ടോപ്പിക് എല്ലാം തന്നെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എൻ്റെ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ അനുസരിച്ച് നിങ്ങൾ ആദ്യം റാങ്ക് ഫയൽ പഠിക്കുക. കൂടുതലായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാൽ ഞാൻ റാങ്ക് ഫയലിൽ തയ്യാറാക്കിയപ്പോൾ മുഴുവനും പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് കൂടുതലായിട്ടും തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ വീക്കെൻഡിലും പഠിച്ചു കഴിഞ്ഞ് ഓരോ ടോപ്പിക്ക്, ഇപ്പം ഞാൻ ഓരോ ദിവസവും 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിക്കുന്നതോടൊപ്പം തന്നെ വീക്കെൻഡിൽ മോഡൽ എക്സാമുകൾ നിങ്ങൾ പരമാവധി ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മോഡൽ എക്സാം ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠന നിലവാരം എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിലയിരുത്താനും
അപ്പോൾ പഠനനിലവാരം കുറവാണെങ്കിൽ അതനുസരിച്ച് ഉയർത്താനും സാധിക്കും. അപ്പോൾ ഓരോ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരീക്ഷയാകുമ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം, ഒരു 70 ദിവസം കൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. ആ 70 ദിവസം കൊണ്ട് നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാലേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം, മോഡൽ എക്സാമുകൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷാ ഹാളിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷാ ഹാളിൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ മോഡൽ എക്സാമുകൾ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ പരീക്ഷാ ഹാളിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെഗറ്റീവ് മാർക്ക് ഉണ്ടായാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് മോഡൽ എക്സാമുകൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും കൃത്യമായിട്ട് ചെയ്യുക. അവസാന ദിവസങ്ങളിൽ വീക്കെൻഡുകളിൽ, അതായത് ഓരോ ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കൂടാതെ നമ്മളൊരു പോക്കറ്റ് ഡയറി എപ്പോഴും കരുതേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എപ്പോഴും നമ്മളൊരു കുറിപ്പ് ഡയറികളിൽ എഴുതിയെടുക്കുക. ഓരോ ടോപ്പിക്കും സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡയറിയിൽ എഴുതിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് റിവിഷൻ നടത്തുന്ന അവസരത്തിൽ നമുക്ക് ആ ഡയറിയിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസറുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് സെക്ഷനും റൂളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും സെക്ഷനും റൂളും തമ്മിൽ മാച്ച്, അതായത് രണ്ട് ചേരുമ്പടി ചേർക്കാൻ പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സെക്ഷനും മാറിപ്പോയാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെക്ഷനും റൂളും പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് റാങ്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കേണ്ട ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എങ്ങനെ വേണേലും അയച്ചു തരാം. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.